നമസ്കാരം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പ്രമുഖ സ്ഥാപനങ്ങൾ പലതും ഇപ്പോൾ തന്നെ സർവേകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നുള്ളതുകൊണ്ട് അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത തട്ടിക്കൂട്ട് സർവേകളുമുണ്ട്. പക്ഷേ NDTV പോലെയുള്ള വളരെ ആധികാരികതയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർവേകളിൽ പലപ്പോഴും അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളത്. ഇക്കുറിയും NDTV അവരുടെ ആദ്യ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് കേരളത്തിലെ പകുതിയിലധികം ജനങ്ങളും നിലവിലെ പിണറായി സർക്കാരിൽ അതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 52% പേരും കേരളത്തിലെ പിണറായി ഭരണത്തോട് കടുത്ത വിരക്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവർ ഈ ഭരണത്തിൽ തീർത്തും അതൃപ്തരാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെറും 23% പേർ മാത്രമാണ് പിണറായി സർക്കാരിനെ ഇപ്പോൾ പിന്തുണയ്ക്കാനുള്ള ഈ സർവേയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം UDF എത്രയോ മുന്നിലാണ് നിൽക്കുന്നത് എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഇക്കുറി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അവരുടെ നില മെച്ചപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. BJPക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വലിയൊരു നേട്ടം, അവിടെ കുറേ വാർഡുകൾ വിട്ടുപോയി എങ്കിൽ പോലും കാര്യമായ നേട്ടം കൈവരിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. മാത്രവുമല്ല, അവർക്ക് നിലവിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലേക്കും അവർക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെ പറഞ്ഞ് ചരിത്രത്തിലാദ്യമായി BJPക്ക് പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളതൊക്കെ തന്നെ BJPക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായകമായൊരു സ്ഥാനമുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ച് ഓരോ വർഷവും മാറി മാറി മുന്നണികൾ ഭരിക്കുന്നതാണ് ഉണ്ടായിരുന്നത്. എപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം ഓരോ സർക്കാരും അതിൻ്റെ അവസാന ഘട്ടമെത്തുമ്പോഴുണ്ടാവുകയും അങ്ങനെ അടുത്ത മുന്നണി കേരളം ഭരിക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി. പക്ഷേ കഴിഞ്ഞ തവണ മാത്രമാണ് 2016 21 തന്നെ തുടർച്ചയായി പിണറായി സർക്കാരിന് കേരളം ഭരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത് കേരളത്തെ പടുകുഴിയിലേക്ക് തന്നെയാണ് കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് ജനങ്ങൾക്കിടയിൽ വളരെ ആഴത്തിലുള്ള വികാരം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി മാറുകയായിരുന്നു കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം. CPMന് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേറ്റത്. അന്ന് സൈദ്ധാന്തികമായി ഇവർ പല കാര്യങ്ങളും വിശദീകരണം നടത്തിയെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ CPMന് അവരുടെ സ്വീകാര്യത അല്ലെങ്കിൽ ജനകീയത നഷ്ടപ്പെട്ടിരിക്കും, ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയായിരുന്നു അവർക്ക് ശക്തിയുള്ള നിരവധി മേഖലകളിലെ വലിയ തോതിലുള്ള തിരിച്ചടി. ഇനി കേരളത്തിൽ ഭരണ UDFന് ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരായിരിക്കും ജനങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടുക എന്നുള്ള ആ സർവേയിൽ ഒന്നാം സ്ഥാനം പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെയാണ്. 22.4% പേരാണ് VD സതീശന് അനുകൂലമായി വോട്ട് ചെയ്തത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം സ്ഥാനത്താണ്. 18% പേർ മാത്രമാണ് പിണറായി വിജയന് അനുകൂലമായി വോട്ട് ചെയ്ത് പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് വോട്ട് ചെയ്ത് വെറും 18% പേരാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് ശൈലജ ടീച്ചറാണ്. 16%-ലധികം പേർ ശൈലജ ടീച്ചറിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 14.7% പേർ പരിഗണിച്ചപ്പോൾ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MP-യുമായ ഡോക്ടർ ശശി തരൂരിന് 9.8% പേരാണ് അനുകൂലിച്ചത്. എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ VD സതീശൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുള്ള വ്യക്തി ശശി തരൂരാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിൽ നിലവിൽ ആരായിരിക്കും ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ പലരും പറഞ്ഞിരുന്നത് VD സതീശനാകുമോ, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെ എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് VD സതീശൻ തന്നെ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ തൊട്ട് പിന്നിൽ ശശി തരൂരാണ് എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ വികാരം എന്താണ് എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ശശി തരൂരിനെ പോലെയുള്ള അത്യുന്നതനായ ഒരു വ്യക്തി, അതായത് ഏത് തലമുറയ്ക്കും സ്വീകാര്യനായ ഒരു വ്യക്തി, പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒക്കെ തന്നെ അദ്ദേഹം സ്വീകാര്യനായ ഒരാളാണ്. ശശി തരൂരിന് തൻ്റേതായ ഒരു ഇടം കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് NDTVയുടെ ഈ സർവേ സൂചിപ്പിക്കുന്നത്. അതുപോലെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം താൻ പാർട്ടിയിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലും ഏറെ സ്വീകാര്യനാണ് എന്നുള്ള ഒരു മനോഭാവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിയമസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവയ്ക്കാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതുപോലെ വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ മൂന്ന് മുന്നണികളും തമ്മിൽ വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട് എന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8% വോട്ടാണ് ലഭിക്കുക. പക്ഷേ ഈ സർവേയിൽ പങ്കെടുത്ത 42% പേരും ഒരു കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കോൺഗ്രസിൻ്റെ മഹാപഞ്ചായത്തിൽ നമ്മളിതെല്ലാം തന്നെ കണ്ടതാണ്. രാഹുൽ ഗാന്ധി തന്നെ വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പലരും പരാതിപ്പെടുന്നത്. കെ സുധാകരൻ്റെ കസേര മാറ്റിയിരുത്തിയതും
വി ഡി സതീശനെ തൻ്റെ വാഹനത്തിൽ കയറാൻ അനുവദിക്കാത്തതും അതുപോലെ ശശി തരൂരിൻ്റെ പേര് പോലും പരാമർശിക്കാത്തതുമൊക്കെ തന്നെ വലിയ തോതിലുള്ള അതൃപ്തി പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ തന്നെയാണ് ജനങ്ങളെല്ലാവരും ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നത്. കാരണം കേരളത്തെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഈ കാല് വാരുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർ അതിവിദഗ്ധരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു പരിധിവരെ കേരളത്തിൽ അധികാരം ലഭിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരു തടസ്സമായി മാറുമോ എന്നുള്ള സംശയമാണ് ഈ സർവേയിൽ പങ്കെടുത്ത പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. വി ഡി സതീശൻ, ശശി തരൂർ, കെ സി വേണുഗോപാൽ തുടങ്ങിയ 3 കോൺഗ്രസ് നേതാക്കൾക്കും പൊതുവെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ നേതാക്കളെക്കാൾ സ്വീകാര്യതയുണ്ട് എന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരിൽ ആര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും ജനങ്ങളത് അംഗീകരിക്കും, ജനങ്ങൾക്ക് അത് അവരോട് ഏറെ താല്പര്യമാണ് എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെ നിലവിൽ ഭരിക്കുന്നത് BJP ഇതര കക്ഷികളാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അവിടെ BJPക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ള കാര്യം ഈ സർവേയിൽ വ്യക്തമാകുന്നില്ല എങ്കിൽ പോലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സർവേയിൽ വളരെ മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് BJP സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയും തെരഞ്ഞെടുപ്പിന് ഒന്ന് രണ്ട് മാസങ്ങൾ ബാക്കിയുണ്ട് എങ്കിൽ പോലും NDTV പോലെയുള്ള ഒരു വിശ്വാസമുള്ള സ്ഥാപനം നടത്തുന്ന ഈ സർവേ ഫലം ആധികാരികമാണ് എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഒരുപക്ഷെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഗ്രൂപ്പ് തർക്കങ്ങളും തമ്മിലടിയൊക്കെ ഉപേക്ഷിച്ച് വളരെ ശക്തമായ തോതിൽ മുന്നോട്ട് പോവുകയും നല്ല സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുകയൊക്കെ തന്നെ ചെയ്താൽ UDFന് വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ തോതിലുള്ളൊരു തിരിച്ചടിയായിട്ടാണ് ഈ ഒരു സർവേ ഫലത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ഏതായാലും ഇടതുമുന്നണി നേതാക്കളൊക്കെ തന്നെ ഈ സർവേ ഫലത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇതൊരു തട്ടിപ്പ് കൂട്ട് സർവേ ആണ് എന്ന് തന്നെയായിരിക്കും അവർ പറയുന്നത്. കാരണം തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഏതിനെയും തള്ളിപ്പറയുന്ന ഒരു രീതി അവർക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഫലത്തെ അവർ അംഗീകരിക്കുമെന്നറിയില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ അവർക്ക് പോലും ഒരു മുൻകരുതലെടുക്കാൻ, തിരഞ്ഞെടുപ്പ് കണക്കാക്കി കുറച്ചുകൂടി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ ഈ സർവേ ഫലം അവർക്കും ഒരു കാരണമായേക്കാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്.